ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് എൻ്റെ മരുമകൾ അനുവിന് ആശംസകളും അഭിനന്ദനങ്ങളും അയച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാരണവശാലൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഉടനെ ചാനലിൽ കയറി നിങ്ങൾ അയക്കുന്ന കമൻസ് എടുത്ത് നോക്കും. അതോടുകൂടി ഞാൻ ഉഷാറാകും. ചില കമൻ്റൊക്കെ വായിക്കുമ്പോൾ അത് നിങ്ങൾ വളരെ നേരത്തെ അയച്ചതായിരിക്കാം. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന് ഞാൻ മറുപടി അയക്കാറുണ്ട്, വൈകിട്ടാണെങ്കിലും. അത് നിങ്ങൾ കാണുമോയെന്ന് അറിയില്ല. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ. ചിലത് നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം പഠിക്കും. വേറെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പോൾ എന്തായാലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. രാത്രി കിടക്കുന്നതിന് മുമ്പേ ഇന്ന് പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. പല പുതിയ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും, ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട. എപ്പോഴാണ് എന്താണ് പഠിക്കാൻ സന്ദർഭം കിട്ടുക എന്ന് നമുക്ക് അറിയില്ല. എപ്പോൾ കിട്ടിയാലും ഒരു കാര്യം നമുക്ക് ചെയ്യാം. അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ. തുടങ്ങാൻ വൈകിയെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എത്രത്തോളം ജീവിതം ബാക്കിയുണ്ടെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തുടങ്ങിയത് വൈകിയാണോ നേരത്തെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ സൈക്കോളജി പഠിച്ചപ്പോൾ അതുവരെ അറിയാത്ത പല പുതിയ കാര്യങ്ങളും അറിയാനിടയായി. അതിൽ ചില കാര്യങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ ഈ സ്നേഹം എപ്പോഴും നമ്മളൊരു ഇമോഷനായിട്ടാണ് കാണാറുള്ളത്. ദേഷ്യം, സങ്കടം, ഇതൊക്കെ പോലെയുള്ളൊരു ഇമോഷൻ. പക്ഷേ സൈക്കോളജിയിൽ പറയണത് ഇതിനെ വെറുതെ ഒരു ഇമോഷനായിട്ട് നമുക്കങ്ങനെ തള്ളിക്കളയാൻ ഒക്കില്ല. ഒന്നാമത്തത്, ഇതൊരു കോംപ്ലക്സ് ഇമോഷനാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർലിങ്ക്ഡ് ആണ്. ഇത് മാത്രമല്ല, സ്നേഹം ഒരു ഫോഴ്സാണ്. ഒരു ഇമോഷനായിട്ടല്ല അതിനെ കാണേണ്ടത്. ഇതിനെ ശരിക്കൊരു ഫോഴ്സായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് സ്നേഹമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യാറില്ലേ. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അവിടെ ഈ സ്നേഹത്തിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. തീരെ വയ്യാത്തവർ പോലും രാവിലെ എഴുന്നേറ്റ് വരും മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആരും ആയിക്കൊള്ളട്ടെ, നമ്മളങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ക്ഷീണമൊന്നും നമുക്ക് തടസ്സവുമില്ല. അവിടെ എനർജി കടന്നു വരും. ഇതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്നേഹം എന്ന ഫോഴ്സാണ്. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയാറില്ലേ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ത് നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് സാധ്യമാണോ? സാധ്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ എന്താണെന്നോ? നമ്മളെ അട്രാക്ഷന് സഹായിക്കുന്ന ഫോഴ്സ് സ്നേഹമാണ്. ആ സ്നേഹം എന്നുള്ളൊരു ഫോഴ്സ് കടന്നു വന്നില്ലെങ്കിൽ അത് നടക്കില്ല. സ്നേഹം നമ്മളിൽ എല്ലാവരിലും ഒരുപാടുണ്ട് കേട്ടോ. എബണ്ടൻ്റ് ആണ്. എത്ര കൊടുത്താലും അത് തീരില്ല. അത് കൂടിക്കൂടി വരുന്ന ഒന്നാണ്. അത് കണ്ടെത്തി അതിൻ്റെ ഫോഴ്സ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിലേ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടതായിട്ട് വരും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കംഫർട്ട് സോണിന് പുറത്താണ്. നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് എപ്പോഴും എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാനാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ സ്നേഹം എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ടാവണം. വിവാഹം വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ ഇപ്പോൾ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങളുണ്ട്. എപ്പോൾ വിവാഹം കഴിക്കണം? ഞാൻ ചാനൽ തുടങ്ങിയ കാലത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എപ്പോൾ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കണം, എങ്ങനെയുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ആ ചർച്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചർച്ച വിവാഹം വേണോ വേണ്ടയോ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വിവാഹത്തിലൂടെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്നില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. വിവാഹത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷം നിറഞ്ഞതാക്കാൻ, സമാധാനം നിറഞ്ഞതാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ടത് സ്നേഹം എന്നുള്ളൊരു ഫോഴ്സാണ്. അതില്ല. അതാണ് മെയിൻ റീസൺ. ഇന്നത്തെ പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ ഫോഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൽ നമുക്കിഷ്ടമുള്ളൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അവിടെ വേണം സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആ ഫോഴ്സ്. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചില ഡൂസ് ആൻഡ് ഡോൺസ്, സ്നേഹം എന്നൊരു ഫോഴ്സ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
ഒന്ന്, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ സ്നേഹം എന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവണം. അതിന് ആദ്യം വേണ്ടത് എന്താണോ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഡിസയറായിട്ട് മാറണം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇമാജിൻ ചെയ്യണം. അത് കിട്ടിയതായിട്ട് തന്നെ നമ്മൾ വിശ്വസിക്കണം. സ്നേഹമെന്ന ഫോഴ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. ആ ഫീലിങ്ങിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇമാജിനേഷൻ. നമുക്ക് എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന രീതിയിലുള്ളൊരു ഇമാജിനേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലേ, വിഷ്വലൈസേഷൻ. ഇമാജിൻ ഇറ്റ്, ഫീൽ ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ ഒരു സീക്രട്ടാണ്, ഒരു പ്രപഞ്ച രഹസ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്കുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ ഇതിന് ഒരു പാർശ്വഫലങ്ങളും ഇല്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ ഫോഴ്സ് ഓഫ് ലവ് ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇമാജിൻ ഇറ്റ്, ഫീൽ ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. പക്ഷെ ഇതിനറിയാതെ ചില തടസ്സങ്ങളൊക്കെ വരും. നമ്മുടെ ആ ഇമാജിനേഷൻ പലപ്പോഴും തടസ്സപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് ഓഫ് ലവിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യും. ഒരു മാരീഡ് ലൈഫ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, അപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താ, അതനുസരിച്ച് അദ്ദേഹം മാറണം. അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല നമ്മളെപ്പോഴും സംസാരിക്കുന്നത്, നേരെ വിപരീതമായിരിക്കും. ലൈഫ് പാർട്ട്ണർ സിസ്റ്റമാറ്റിക് അല്ല. നമ്മുടെ ഉള്ളിലെ സിസ്റ്റമാറ്റിക് ആകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെപ്പോഴും കാണുന്നത് മുഴുവൻ ഇദ്ദേഹം സിസ്റ്റമാറ്റിക് അല്ല എന്നുള്ളൊരു കാര്യമാണ്. ആ ചിന്തകളാണ് നമുക്ക് കൂടുതലുണ്ടാവുന്നത്. അതുമാത്രമല്ല, നമ്മൾ അത് എപ്പോഴും പറയുകയും ചെയ്യും. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ, കണ്ടില്ല എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഡയലോഗുകൾ നമ്മൾ പറയും തോറും ഈ ഫോഴ്സ് ഓഫ് ലവ് അവിടെ ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം, ഫീൽ ഗുഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫീലിങ്സ് രണ്ട് തരത്തിലുണ്ട്, ഗുഡ് ഫീലിങ്സും ബാഡ് ഫീലിങ്സും. സ്നേഹത്തിൻ്റെ പിന്നിലുള്ളത് എപ്പോഴും ഫീൽ ഗുഡാണ്. എവിടെ ഗുഡ് ഫീലിങ്സ് ഉണ്ടോ അവിടെ സ്നേഹം ഉണ്ടാവും. ബാഡ് ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ സ്നേഹം അപ്രത്യക്ഷമാകും. ഈ ഗുഡ് ഫീലിങ്സ് എങ്ങനെയുണ്ടാവുക, നല്ല ചിന്തകളിൽ നിന്നാണ്. ഗുഡ് ഫീലിങ്സ് ഉണ്ടാക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഫോഴ്സ് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേപ്പറ്റി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലിരുന്നത് എന്തൊക്കെയാണെന്നോ, വലപ്പാടുള്ള ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലം, അന്നത്തെ എൻ്റെ പ്രിൻസിപ്പൽ മാധവൻ സാർ, അന്നത്തെ എൻ്റെ സഹപ്രവർത്തകർ, ഇവരെല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അന്ന് അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്റ്റ്. കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കിയ ഒരു സ്ഥാപനമായിരുന്നു ഞങ്ങളുടേത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഫീൽ ഗുഡ് എൻവയൺമെൻ്റ് ആണ്. ഇപ്പം ഞാനിരുന്ന് ആലോചിക്കുമ്പോഴാണ്, അന്ന് അതുണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിരുന്നത് ഞങ്ങളുടെ കനേഡിയൻ കൗണ്ടർ പാർട്സ് ആയിരുന്നു. അവരാ തിയറി അങ്ങോട്ട് അപ്ലൈ ചെയ്തു, ഒരു ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യാം. വിമർശനം, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, ഇങ്ങനെ കുറേ പരിപാടികളില്ലേ, പാരവെപ്പ്, ഇതിനോടൊക്കെ ബൈ പറയേണ്ടതായിട്ട് വരും. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതേക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളുണ്ട്. റിച്ചാർഡ് ഹാംപ്റ്റൺ എന്ന് പറഞ്ഞൊരു സായിപ്പാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യം ചില സെഷൻസ് നടത്തിയത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരുന്ന് കഴിഞ്ഞാൽ 2-3 പേര് ഡോമിനൻ്റായിട്ട് പല കാര്യങ്ങൾ പറയും. ബാക്കിയുള്ളവർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അവർ മിണ്ടില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു ഭയമുണ്ട്, ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവരെങ്ങനെയായിരിക്കും അത് എടുക്കുക. അതെപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു പേടിയുള്ള ഒരു ചിന്തയാണ്. പക്ഷെ അന്ന് ഈ ഒരു സെഷനിൽ ഇരുന്നപ്പോഴാണ് കേട്ടോ ഒരു ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് ശരിക്കും എനിക്ക് ബോധ്യമായത്. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സായിപ്പ് എല്ലാ അഭിപ്രായങ്ങളും ഇങ്ങനെ ബോർഡിൽ എഴുതാൻ തുടങ്ങി. അത് നല്ലൊരു റെക്കഗ്നേഷനായി. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ബോർഡിൽ എഴുതിയിടുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ, ഒരഭിപ്രായം പറയുമ്പോൾ തന്നെ വേറൊരാൾ, ഓ ഇത് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ അന്ന് അങ്ങനെ ചെയ്തിട്ട് അതിനൊരു റിസൾട്ടും കിട്ടിയില്ല, എനിക്കതിനോട് യോജിപ്പില്ല, ഇങ്ങനെ പല പല റിയാക്ഷൻസ് മറ്റുള്ളവരിൽ നിന്നുണ്ടാവും. അന്ന് റിച്ചാർഡ് ഹാംപ്റ്റൺ ചെയ്തത് എന്താണെന്നോ, എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും വെരി ഗുഡ്, എക്സലൻറ്റ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം എല്ലാം ബോർഡിൽ എഴുതി. ഞാനും വിചാരിച്ചിട്ടോ, ഓ ഇതെല്ലാം എക്സലൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാം കൂടി നടപ്പിലാക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോന്നെടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി.
അവിടെ വരുന്നൊരു വ്യത്യാസം, നമ്മൾ പറയുമ്പോൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം അതല്ല, ബോർഡിൽ എഴുതി കഴിഞ്ഞപ്പോൾ അത് എല്ലാവരുടെ അഭിപ്രായമായിട്ട് മാറി. ഇനി ഓരോ അഭിപ്രായം എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല, കാരണം അത് ഗ്രൂപ്പിൻ്റെ അഭിപ്രായമാണ്. നമുക്ക് എങ്ങനെയും അത് അനലൈസ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം അനലൈസ് ചെയ്ത് അപ്പോൾ നമുക്ക് തന്നെ ബോധ്യമായി ഇതിലെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. നടപ്പിലാക്കാൻ പറ്റുന്നതിനെ എല്ലാവരും കൂടി സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നത് ഒരു ഫോഴ്സ് ഓഫ് ലവ് ആണ്. അപ്പം നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ആ ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത്. ചില വാക്കുകളൊക്കെ ഇല്ലേ, ഹൊറിബിൾ, ടെറിബിൾ, ഡിസ്കസ്റ്റിംഗ്, ഓഫുൾ, ഇങ്ങനെയൊക്കെ കുറേ വാക്കുകളുണ്ട്. ഇതിന് മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഭയാനകം, ഭയങ്കരം, വെറുപ്പ്, വിരോധം, വൃത്തികെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളില്ലേ. ഒഴിവാക്കേണ്ട കാര്യമില്ലേ, എല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാവും. കുറയ്ക്കാം, നമുക്കൊന്ന് കെയർഫുള്ളാകാം. പകരം നമുക്ക് കുറേ അധികം വാക്കുകൾ ആഡ് ചെയ്യാം. ഫെൻറ്റാസ്റ്റിക്, അമേസിങ്, വെരി ഗുഡ്, എക്സലൻറ്റ്, വണ്ടർഫുൾ, വളരെ നന്നായിരിക്കുന്നു, അത്ഭുതകരമായിരിക്കുന്നു, അതിമനോഹരം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴാണ് അവിടെ ശരിക്കും ആ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കനേഡിയൻ കൗണ്ടർ പാർട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപയോഗിച്ചിട്ട് അവരൊരു ഫീൽ ഗുഡ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ചാനലിൻ്റെ പിന്നിലും അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജമുണ്ട്. നാലാമത്തെ കാര്യം, ഈ ഫോഴ്സ് ഓഫ് ലവിൻ്റെ, ആ സ്നേഹത്തിൻ്റെ ശക്തിയുടെ വലിയൊരു അടിസ്ഥാനമാണ് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റിവിറ്റി ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ നന്ദി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് പോസിറ്റീവ് ആക്കുന്ന ഒരു മാനസിക ഭാവമാണ്. എപ്പോഴും എന്നും നന്ദി തോന്നേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് പലതിനോടും പലരോടും നന്ദി ഫീൽ ചെയ്യും. അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാവും, ഫോഴ്സ് ഓഫ് ലവ് ഉണ്ടാവും. അഞ്ചാമത്തെ കാര്യം, കൈൻഡ്നെസ്, മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ, ഷെയറിങ്, കെയറിങ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫോഴ്സ് ഓഫ് ലവ് ഉണ്ടാവും. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഇതൊക്കെ വലിയ വിഷമമുള്ള കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഷെയറിങ് പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, ഒരു മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജർ നമ്മളിപ്പോൾ എടുക്കാൻ മറന്നുപോയി, നമുക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ തന്നെ വല്ലാത്തൊരു അവസ്ഥയല്ലേ അല്ലേ? കമേഴ്ഷ്യലായിട്ടുള്ള ആളുകൾ ഇതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ വളരെ സെൽഫിഷ് ആയാലേ അവരുടെ കാര്യങ്ങൾ നടക്കൂ. ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ കസ്റ്റമൈസ്ഡ് ആണെന്ന് പറയും. എനിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം. അങ്ങനെ എനിക്ക് വേണ്ടി മാത്രമാകുന്ന സന്ദർഭങ്ങളിൽ കെയറിങ്ങും ഷെയറിങ്ങും കൈൻഡ്നെസ്സും ഒന്നും ഉണ്ടാവില്ല, ഫോഴ്സ് ഓഫ് ലവ് ഉണ്ടാവില്ല. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു എഫേർട്ട് ഇടണ്ടേ. പക്ഷേ ആ ഒരു എഫേർട്ടിന് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് കേട്ടോ. ഇതിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗിവ് ഇറ്റ് ആൻഡ് റിസീവ് ഇറ്റ്. സ്നേഹം എന്നുള്ളത് അപ്പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കരുത് കേട്ടോ. എത്ര എടുത്താലും ഇത് തീരാത്ത തരത്തിൽ ഈ സംഭവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമുക്ക് ഫോഴ്സ് ഓഫ് ലവ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും അത് വരണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്നേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്ന എൻവയൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരാവുന്നത്, പ്രത്യേകിച്ചും ബന്ധങ്ങളിലൊക്കെ വേറൊരു വ്യക്തിയും കൂടി ഉൾപ്പെടുന്നതാണ് കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം. നമ്മൾ ആ സ്നേഹത്തിനെ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി, എന്നിട്ടും അപ്പുറത്ത് നിന്ന് ഒരു സഹകരണം നമ്മൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഇല്ലേ, മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാവർക്കും കൂടി ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. മാത്തമാറ്റിക്സ് പഠിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഏറ്റവും സൗകര്യമുള്ളൊരു കാര്യം അതായിരുന്നു. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ തിയറി അതെല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. സൈക്കോളജി പഠിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിക്കുന്ന ഒരു പഠനമാണ്. അപ്പോൾ നമ്മൾ ഇതിന് തിരിച്ച് എനിക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് തിയറി എങ്കിലും അത് നടക്കണമെന്നില്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്കോപ്പ് വളരെ വലുതാണ്. ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഇന്ന ആളോട് തന്നെ റിലേഷൻഷിപ്പ് വേണമെന്ന് വാശി പിടിക്കരുത്. ചിലപ്പോൾ നമുക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്, ആ ബന്ധം നമുക്ക് പറ്റിയതല്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ ചിലപ്പോൾ സിറ്റുവേഷൻസ് മാറേണ്ടതായിട്ട് വരും. പക്ഷേ ഈ പ്രപഞ്ച രഹസ്യത്തിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നേറുക. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ പ്രപഞ്ച നിയമം, ഈ ഫോഴ്സ് ഓഫ് ലവ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ എബണ്ടൻ്റ് ആയിട്ട്, ഇത് നമ്മുടെ ഉള്ളിൽ ധാരാളമായിട്ടുള്ള ഒന്നാണ്. ആകെയുള്ളൊരു പ്രശ്നം അതിന്
അതിൻ്റെ ആ ഒരു ഫോഴ്സ് പ്രയോജനപ്പെടുത്താനുള്ള, അതിൻ്റെ ഒരു ശക്തി പ്രയോജനപ്പെടുത്താനുള്ള അനുകൂല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതിന് ചിലപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചേഞ്ച് ഈസ് നോട്ട് ഈസി. ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടുമെങ്കിൽ ആ ചേഞ്ച് വേണ്ടാന്ന് വെക്കുന്നത് വിഡ്ഢിത്തരമല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തണം കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തൂ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്